പ്രിയ സുഹൃത്തെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ ക്രിസ്തീയ വന്ദനം. ഈ മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധനായ പൗലോസിനെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ച ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസനാണ് വിശുദ്ധനായ പൗലോസ്. പൗലോസിനെ ദൈവം വിളിക്കുമ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിലാണ്. പൗലോസ് ആരായെന്ന് നമുക്കറിയാം. ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് അവൻ വിദ്യ അഭ്യസിച്ചവനും ശക്തനായിരിക്കുന്ന വലിയ വിദ്യാസമ്പന്നനും ധനസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതനായിരിക്കുന്ന വിലയേറിയ ഒരു മനുഷ്യനായിരുന്നു ഈ പൗലോസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ പേര് നേരത്തെ ശൗലെന്നായിരുന്നു. ഈ ശൗലിൻ്റെ തൊഴിലെന്താണെന്നറിയാമോ? അവന് അല്ലെങ്കിൽ അവൻ്റെ മതത്തിൽ അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ അനേക ക്രൈസ്തവരെ കൊന്നുപിടിക്കുവാൻ തക്കവണ്ണം പള്ളിയിൽ നിന്ന് അധികാരപത്രവും വാങ്ങിക്കൊണ്ട് അവൻ യാത്ര ചെയ്യുന്ന ഒരു സ്നേഹിതനായിട്ട്, അല്ലെങ്കിൽ ഒരു ഉപദ്രവകാരിയായിട്ട് തന്നെ നമുക്ക് കാണാം. സ്നേഹിതനെന്നല്ല, ഒരു ഉപദ്രവകാരിയായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നുള്ള അധികാരപത്രവും വാങ്ങിക്കൊണ്ട് അവൻ ഡെമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു നട്ടുച്ച സമയത്ത് കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. അവന് ലക്ഷ്യം ഒന്ന് മാത്രമുള്ളൂ: ക്രിസ്ത്യാനി എന്ന് പേർ പറയുന്നവർ എവിടെയെല്ലാം ഉണ്ടോ അവരെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടി ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഉപദ്രവിച്ച് അവരെ ആ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് ശൗൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ. അപ്രകാരം എന്താണ്, അധികാരപത്രവും വാങ്ങിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറി അവൻ ഡെമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഡെമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് സർവശക്തനായിരിക്കും ദൈവം, സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങളൊക്കെ മുന്നമേ ചെയ്യുന്ന ദൈവമാണ്. ദൈവം എന്നാണ് അവനെ പിടികൂടുവാനൊക്കെ ഇടയായിത്തീർന്നു. അവൻ പുറത്ത് നിന്ന് അവൻ നട്ടുച്ച സമയത്ത് അതിഭയങ്കരമായിരിക്കും ചൂടുള്ള സമയത്ത് സൂര്യൻ നല്ലപോലെ പ്രകാശിക്കുന്ന സമയത്ത് ആ കുതിരപ്പുറത്ത് താഴെ വീണ് കിടന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, കർത്താവേ നീ ആരാകുന്നത് ചോദിക്കുകയാണ്. അവൻ കർത്താവായി ദൈവത്തിൻ്റെ മറുപടി പ്രകാരമാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് ഞാൻ പറയുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ നോക്കിയാട്ടെ, ദൈവമക്കളെ ഉപദ്രവിക്കാണ്ടൊക്കെ വേണം. കഴിഞ്ഞ കാലങ്ങളിൽ അനേക ആളുകൾ ഇറങ്ങി പുറപ്പെട്ട് ദൈവമക്കളെ ഉപദ്രവിക്കുകയും അവരെ കഷ്ടപ്പെടുത്തുകയും അവരെ തടങ്കലിടുകയും അവരെ ശിരച്ഛേദം ചെയ്യുകയും മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുകയും അതുപോലെ തന്നെ ഗ്യാസ് ചേമ്പറുകൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുകയും അതുപോലെ വലിയ ബുൾഡോസറിന് മുമ്പിൽ അവരെ വലിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ബുൾഡോസർ ഉരുട്ടിക്കൊണ്ടുപോയി അവരെ കൊന്നുകളയുകയും അതുപോലെ മൃഗങ്ങളെ കൊന്നതിന് ശേഷം അതിൻ്റെ തോലെടുത്ത് ഈ മനുഷ്യ ശരീരത്തിൽ ചുറ്റി അതിനെ വേലത്തിടുക, അനേക ഭീകര പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരായിട്ട് ശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. കൂട്ടമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ കൂട്ടമായിട്ട് കൊണ്ടുവന്ന് കൊല്ലുന്ന ഒരനുഭവം, അതുപോലെ തന്നെ വളരെ പീഡിപ്പിച്ച് കൊല്ലുന്ന അനുഭവം കഴിഞ്ഞ നാളുകൾക്ക് ക്രൈസ്തവർ അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലൊരു കാര്യമായിട്ടാണ് പൗലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ശൗൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മനുഷ്യൻ ചെയ്യുന്നത്. അവൻ അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ആളുകളെ കൊന്ന് നശിപ്പിക്കുവാനൊക്കെ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാനൊക്കെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം അവനെ തൊടുകയാണ്. നോക്കിയാട്ടെ, ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പ്രതികാരം ചെയ്യത്തില്ല. പകരം എന്താണ്, സ്വർഗത്തിലെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ദൈവമേ, നിൻ്റെ നാമത്തിന് വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ സഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുമ്പോൾ പൗലോസ് എന്താണ്, ഈ പൗലോസിന് അല്ലെങ്കിൽ ശൗൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പൗലോസിന് പിൽക്കാലത്ത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസായിട്ട് മാറുവാണ്ടൊക്കെ അവനിടയായി. അവൻ ദൈവത്തിൻ്റെ വചനം ഏന്തിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ നടന്ന് പ്രസംഗിക്കുകയാണ്. അനേക ആളുകളെ ദൈവത്തിലേക്ക് ആകർഷിപ്പാണ്ടൊക്കെ അവന് കഴിഞ്ഞിട്ടുണ്ട്. അവൻ ഏതെല്ലാം രീതിയിൽ ആളുകളെ ഉപദ്രവിച്ചോ അതിനേക്കാൾ അതീതമായ രീതിയിൽ വേദനകളും പ്രയാസങ്ങളൊക്കെയും പൗലോസ് അനുഭവിച്ചായിട്ട് അറിയുന്നുണ്ട്. ഒന്ന് കുറേ 40 അടി ഞാൻ കൊണ്ടതായിട്ട് 3 വട്ടം കൊണ്ടതായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. മൃഗങ്ങളിലേക്ക് പൗലോസിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മൃഗയുദ്ധത്തിൽ അവൻ ഏർപ്പെട്ടിട്ടുണ്ട്. പല രാത്രികളിൽ പല ദിവസങ്ങളിൽ ഭക്ഷണമില്ലാതെ കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിൽ, വളരെ പ്രയാസത്തിൽ, ഒരുപാട് കഷ്ടത അനുഭവിച്ച പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് ഒരു നാൾ ഞാൻ പിന്മാറി പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ പൗലോസിന് എന്താണ്, അവർ പിടിച്ച് ജയിൽ പുള്ളിയായിട്ട് പിടിക്കുന്നുണ്ട്. രാജാക്കന്മാർ അവനെ വിളിച്ച്
അവനെ ശിക്ഷിക്കേണ്ടക്കണം ഇടയായിത്തീരുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തിവിടുകയും ചെയ്യും. അക്കാലത്ത് അങ്ങനെയാണ് യോഹന്നാനെ പിടിച്ചതിന് ശേഷം എന്താണ് യോഹന്നാനെ കൊണ്ടുപോയി പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയതുപോലെ തന്നെ ഇവിടെ എന്താണ് പൗലോസിനെയും കുറച്ച് തടവുകാരെയും ഏകദേശം 276 തടവുകാരെയും കൂട്ടിക്കൊണ്ട് അവരെ ഒരു സ്ഥലത്തേക്ക് കപ്പലിനകത്ത് അവരെ നാട് കടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് വലിയൊരു കൊടുങ്കാറ്റ്. പലപ്പോഴും കടലിനകത്ത് കൊടുങ്കാറ്റടിക്കും, കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിമറിയും. ഇന്നത്തെ രീതിയിലുള്ള കപ്പലുകളെല്ലാം വളരെ പ്രയാസപ്പെട്ടാണ് യാത്ര ചെയ്യുന്നത്. അക്കരെ അല്ലെങ്കിൽ കരയ്ക്ക് ചെന്നെത്തിയെന്ന് പറയാം. അതേ രീതിയിലുള്ള യാത്രയാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അവർ അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കൂരിരുട്ടിനെ കൊടുങ്കാറ്റിൻ്റെ നടുക്കടവിൽ ഉത്തരം പറയുന്നത് ദൈവമുണ്ടെന്ന് പൗലോസ് തൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ പോവുകയാണ്. പൗലോസ് ഈ തടവുകാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പലപ്പോഴും കപ്പലിനകത്ത് പ്രയാസമുണ്ടായിട്ട് അവർ എന്താണ് കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാണ്ടൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയും അവരെന്താണ് വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞു. എന്നിട്ടും കപ്പൽ നിയന്ത്രിക്കാനൊക്കെ കഴിയാത്ത അവസ്ഥയിൽ അവരങ്ങനെ സഞ്ചരിച്ച് അവരെന്താണ് ഒരു വൃത്തിയമായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ചേരുകയാണ്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ പറയുകയാണ് ഇനി നമ്മുടെ കപ്പൽ മുന്നോട്ട് പോകാനൊക്കെ കഴിയത്തില്ല. അവർ കരയോട് അടുത്തെന്ന് അവർക്ക് തോന്നി. അവരെന്ത് ചെയ്തു? ആ കരയുടെ അടുത്ത് വന്നപ്പോൾ അവരെന്താണ് കപ്പിത്താൻ പറയുകയാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന പട്ടാളക്കാരൻ പറയുകയാണ് ഇവരാരും ഓടി രക്ഷപ്പെടാതിരിക്കാണ്ടൊക്കെ ഇവരെ മുഴുവനായിട്ട് കൊന്നുകളയാണ്ടൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പൗലോസ് ശക്തമായിട്ടെന്ന് പറയുകയാണ് അവരെ കൊല്ലരുത്, അവരോടുകൂടെ ദൈവത്തിന് വചനം പറയുവാണ്ടൊക്കെ എൻ്റെ കർത്താവ് ഈ കപ്പലിൽ ഈ പടയാളികളുടെ കൂടെ എന്നെ അയക്കുന്നതിന് എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് പൗലോസിന് അറിയാമായിരുന്നു. പൗലോസിനെ ഏത് സ്ഥാനത്തേക്കാണ് ദൈവം നയിക്കുന്നത് ആ സ്ഥാനത്തേക്ക് പൗലോസ് പോകുമ്പോൾ പൗലോസിനറിയാം എന്നെ ആ സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം അയക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് അതിനകത്ത് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് ഈ കപ്പലിനകത്ത് ആളുകളൊക്കെ ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഭക്ഷണമില്ലാത്ത വല്ലാത്ത വേദനയിലായിരിക്കുകയാണ്, അവളുടെ ദുഃഖത്തിലാണ്. രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ പൗലോസ് അവരോട് പറയുകയാണ് നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ കർത്താവ് എൻ്റെ അടുത്ത് നിന്ന് എന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മിൽ ആർക്കും യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ലെന്ന് പൗലോസ് പറയുകയാണ്. അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, ഞങ്ങൾ കൊടുങ്കാറ്റിൽ അത്യന്തം ആടി ഉലയുന്നതിനാൽ അടുത്ത ദിവസം അവർ ചരക്ക് പുറത്തു കളഞ്ഞു. അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3-ാം ദിവസം അവർ സ്വന്തം കയ്യാൽ കപ്പലിൻ്റെ ഉപകരണങ്ങളും കടലിൽ എറിഞ്ഞു കളഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാനൊക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ കപ്പലിൻ്റെ ഭാരം കുറയുകയല്ല, പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണ്. മുന്നോട്ട് യാത്ര ചെയ്യുവാനൊക്കെ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതിനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയുകയാണ് പൗലോസേ ഈ ജനത്തെ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു, ഈ കടലിനുള്ളിൽ നിങ്ങൾ നശിക്കത്തില്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞു എന്ന് പൗലോസ് എന്നിട്ട് പറയുകയാണ്. പൗലോസ് എത്രമാത്രം ധൈര്യമാണ്. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ സാഹചര്യത്തിലാണ് പട്ടാളക്കാരൻ്റെ നേതാവ് വിളിച്ച് പറയുകയാണ് ഇവരെ എല്ലാവരും കൊന്നുകളയാണ്ടൊക്കെ സാധിക്കത്തില്ല, ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. യഹോവയായിരിക്കും ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന പൗലോസിനെ സംബന്ധിച്ച് അവനൊരു വിശ്വാസമുണ്ട്. അവൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടത്? ഒരു സമയത്ത് സഭകളെ മുടിക്കുവാണ്ടൊക്കണം, കൊന്നുകളയുവാണ്ടൊക്കണം, ആളുകളെ ക്രൂരമായിട്ട് മർദ്ദിച്ചിന് നേതൃത്വം കൊടുത്ത നമുക്കറിയാമല്ലോ സ്തേഫാനോസിൻ്റെ അനുഭവം. സ്തേഫാനോസിനെ കൊല്ലുവാണ്ടൊക്കണം, അല്ലെങ്കിൽ അവൻ്റെ വസ്ത്ര സൂക്ഷിപ്പുകാരനായിട്ട് ശൗൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശൗൽ ക്രിസ്ത്യാനിയാണ്, അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. പൗലോസിന് ഈ സ്തേഫാനോസിനെ കൊല്ലുവാണ്ടൊക്കണം ഈ പൗലോസ് കൂട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് പുറത്ത് നിൽക്കുകയാണ്. അവൻ്റെ കല്ലുകളൊക്കെയും ഓരോന്നായിട്ട് അവൻ്റെ ശരീരത്തേക്ക് വന്ന് വീഴുമ്പോൾ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ ക്രിസ്തു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവൻ മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മരിച്ചു. അവൻ്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിട്ട് ഒരു സമയത്ത് മാറി നിന്ന പൗലോസേ, നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. നീ തീഷ്ണതയുള്ളവനാണ്, നീ പഠിപ്പുള്ളവനാണ്, നീ സമ്പന്നനാണ്, പക്ഷേ എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ദൈവം പറയുകയാണ്. അങ്ങനെ കർത്താവ് എന്താണ് അവനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ കടലിൻ്റെ നടുക്ക് തങ്ങളുടെ ശവകുടീരം കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾക്കിനി പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയത്തില്ല, ഞങ്ങളുടെ ചാർച്ചക്കാരെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ സ്നേഹിതന്മാരെ ഞങ്ങൾക്കാരെയും കാണാൻ കഴിയത്തില്ല. ഈ കടലിൻ്റെ നടുക്ക് ഞങ്ങളുടെ ശവകുടീരം അല്ലെങ്കിൽ ഈ കടലിനകത്ത് ഞങ്ങൾ ചത്തൊടുങ്ങുമെന്ന്
അവർ വിചാരിച്ചു. കപ്പിത്താന്മാർക്ക് പോലും, അതിനുണ്ടായിരുന്ന പട്ടാളക്കാർക്ക് പോലും, അതിനുള്ള തടവുള്ളികൾക്ക് പോർക്കും ആർക്കും പ്രത്യാശയില്ല. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം വിളിച്ച് വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ അതിനകത്തുള്ളിടത്തോളം കാലം ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഏതെങ്കിലും സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ജനം ഏതെങ്കിലും സ്ഥാനത്ത് ആയിരിക്കുന്നെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, സൊദോം ഗൊമോറ പട്ടണം നശിപ്പിക്കാൻ കൊണ്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരെ അബ്രഹാമിൻ്റെ അടുക്കൽ അയച്ചു. അവരോട് പറയുകയാണ്, സൊദോം ഗൊമോറ പട്ടണത്തെക്കുറിച്ചുള്ള ആവലാതി ദൈവത്തിൻ്റെ സന്നിധിയിൽ വലുതായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നു പറഞ്ഞു. പക്ഷേ അബ്രഹാമിന് വലിയ ഭാരവും പ്രയാസമായി. അബ്രഹാമിനറിയാം തൻ്റെ പ്രിയപ്പെട്ട ലോത്ത് ആ പട്ടണത്തിലാണ് പാർക്കുന്നത്. അവന് വലിയ പ്രയാസമുണ്ടായി. അവൻ ദൂതനോട് സംസാരിക്കുകയാണ്. അവിടെ 50 പേരുണ്ടെങ്കിൽ, 40 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, അങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. പറയുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. യഹോവയായിരിക്കും ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാൻ കൊണ്ടും ആഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാരോട്, ദൈവമക്കളോട് ദൈവം വിളിച്ചറിയിക്കും, ഞാൻ ഈ പട്ടണത്തെ, ഈ ലോകത്തെ നശിപ്പിക്കാൻ കൊണ്ട് പോകുന്നു. ലോത്തിനോട് ദൈവപ്രകാരം ഒരിക്കൽ വിളിച്ച് പറയുണ്ടായി, നീതിമാനായിരിക്കും ലോത്തേ, ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. 10ാം തലമുറയിൽ ഈ തലമുറയെ നശിപ്പിക്കാൻ പോകുകയാണ്. അവരുടെ ദുഷ്ടത, അവരുടെ വലിയ പാപത്തിൽ ജീവിക്കുന്ന ഈ അവസ്ഥ എനിക്ക് സഹിക്കാൻ കൊണ്ട് കഴിയത്തില്ല. ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. ജലപ്രളയത്താൽ ലോകത്തെ നശിപ്പിക്കാനൊക്കെ ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു ജലപ്രളയം ഉണ്ടാകുമെന്ന് ആർക്കും വിശ്വസിക്കാനൊക്കെ കഴിയത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജനം ജീവിച്ചത്. നോഹ വിളിച്ചു പറയുകയാണ്, ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ, ലോകം മുഴുവൻ നശിക്കാൻ പോകുകയാണ്. നോഹയുടെ വാക്ക് കേൾക്കുവാണ്ടൊക്കണം ആരും ചെവിക്കൊണ്ടില്ല. നോഹ പെട്ടകം പണിയുകയും ലോകത്തോടെ സുവിശേഷം വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു. ചുരുക്കി പറയട്ടെ, ആ പെട്ടകം പണിതിരിക്കുന്ന ആശാരിക്ക് പോലും അതിനകത്ത് കയറുവാണ്ടൊക്കെ ഭാഗ്യമുണ്ടായില്ല. ഇന്ന് ലോകത്തിൽ അനേക ദേവാലയങ്ങൾ, അനേക പുണ്യസ്ഥലങ്ങൾ, കാര്യങ്ങളൊക്കെ അനേകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു, ഈ പുസ്തകം കരങ്ങളിൽ എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്ന അനേക ആളുകളുണ്ട്. അവർ പറയുകയാണ്, അവരെക്കുറിച്ച് പറയുന്നു, അന്ത്യകാലത്ത് അവർ പലരും കാണുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ എന്താണ്? സൊദോം ഗൊമോറ പട്ടണം നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം അറിയിക്കുന്നു. അതുപോലെ ലോകത്തെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നീതിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന നോഹയോട് ദൈവം വിളിച്ചു പറയുകയാണ്, ഈ പട്ടണത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നീ ഒരു ദൈവഭക്തനായിരിക്കട്ടെ, നീ ഒരു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വഴിയിലാണെങ്കിൽ യഹോവയായിരിക്കും ദൈവം നിന്നോട് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. ഇവിടെ നോക്കുക, ഈ പൗലോസും ആളുകളൊക്കെ എന്താണ്, കടലിനകത്ത് അവർ അകപ്പെട്ടിരിക്കുകയാണ്. രക്ഷപ്പെടുവാണ്ടൊക്കെ മാർഗ്ഗമില്ല. അവരോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ജനത്തെ നീ എൻ്റെ കരങ്ങളിൽ തന്ന ദൈവമാണ്. ഈ 276 തടവുകാരെയും കപ്പിത്താനെയും അതിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ എൻ്റെ കരങ്ങളിൽ തന്ന ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൽ വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ നോക്കുമ്പോൾ അടുത്ത് ഒരു കര കാണുവാനൊക്കെ ഇടയായിത്തീർന്നു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെ കടലിനടുത്തുനിന്നുകൊണ്ട് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കടലിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലീത്ത എന്നാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവരെല്ലാവരും എന്താണ്, ആ കടലിൽ നിന്ന് അവർക്ക് കിട്ടിയ പല കഷ്ണത്തിനകത്ത് അവർ കയറിപ്പറ്റി അവരത് പിടിച്ചുകൊണ്ട് നീന്തി അവർ കരയ്ക്കടഞ്ഞു. ആ പട്ടണം ഏതാണെന്ന് അവർ പിന്നീട് ആളുകൾ ചോദിച്ചപ്പോൾ അവർ മനസ്സിലാക്കണം, ആ പട്ടണത്തിൻ്റെ പേരാണ് മെലീത്ത എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിനകത്ത് ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ അറിയാത്ത കുറേ ആളുകൾ പാർക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ദ്വീപനിവാസികൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സഹതാപം തോന്നി, ദുഃഖം തോന്നി. ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാത്ത ശരീരം, ദിവസങ്ങളായിട്ട് ക്ഷമിക്കാത്ത ശരീരങ്ങൾ, അവർ വ്യത്യസ്തമായ അനുഭവത്തിൽ ശരീരം ക്ഷീണിച്ച് ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ, നിരാശയുടെ അവസ്ഥയിൽ അവർ വല്ലാത്ത രീതിയിൽ അവർ കരക്കടഞ്ഞിരിക്കുകയാണ്. അവരുടെ ശരീരമൊക്കെയും തണുപ്പ് കൊണ്ട് അവർ വല്ലാത്ത സാഹചര്യത്തിൽ അവർ വിറയ്ക്കാണ്ട് കൊണ്ട് തുടങ്ങി. അവർ വല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അവർ കരക്കണഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, നമുക്ക് ഇവിടെ ഒരു ആശ്വാസം ലഭിച്ചല്ലോ. കടലിൽ നമ്മളെല്ലാവരും നശിച്ചു പോകേണ്ടതായിരുന്നു, പക്ഷേ കടലിൽ നമ്മൾ നശിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചു. അവർ കരയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ദ്വീപനിവാസികൾ എന്ത് ചെയ്തു? കുറേ വിറക് കഷ്ണങ്ങളൊക്കെ വലിച്ചു കൂട്ടി അതിട്ടതിന് ശേഷം അതിന് തീ കൊടുത്ത് അവരോട് പറയുകയാണ്, നനഞ്ഞ് തണുത്ത് വിറകളിച്ച് നിൽക്കുന്ന ഈ സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങളെന്താണ്, നിങ്ങൾ അടുത്ത് വന്ന് തീ കായുവാണ്ടൊക്കെ പറയുകയാണ്. അവരടുത്ത് ചെന്ന് തീ കായുകയാണ്. അവരുടെ കൈകാലുകളൊക്കെയും ആ അഗ്നികുണ്ഡത്തിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവർ തീ കാഞ്ഞ് അവരുടെ ശരീരത്തിന് പ്രത്യേകമായിരിക്കുന്ന
ഒരു ഉന്മേഷം ലഭിക്കാനൊക്കെ ഇടയായി തീർന്നു. തണുത്ത് വിറങ്ങലിച്ച് കാറ്റ് കോളുമായിരിക്കുന്ന അതിനുള്ളിൽ കൂടെ സഞ്ചരിച്ച് അവരുടെ ശരീരം വളരെ ക്ഷീണിച്ചു. അവരത് കണ്ടുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയം. ഈ സമയത്ത് പൗലോസ് എന്താണ് അവരോട് കൂടെയുണ്ട്. പൗലോസ് ഒരു വിറകഷ്ണം എടുത്ത് അതിലേക്ക് ഇടുമ്പോൾ അവൻ്റെ കയ്യിലെന്താണ് ഒരു അണലി ഇങ്ങനെ ചുറ്റുമാറ്റൊക്കെ തുടങ്ങി. ദ്വീപനിവാസികൾ സൂക്ഷിച്ചു നോക്കി. അവൻ പറയുകയാണ്, നീതി ദേവി നിന്നെ കടലിൽ നിന്ന് രക്ഷിച്ചിട്ടും ഈ സമയത്ത് നിന്നെ വിടുന്നില്ല എന്ന് പറയുകയാണ്. നീതി ദേവി നിന്നെ ന്യായം വിധിക്കുന്നത് പറയുന്നുണ്ട്. അവനെതിരായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ അവർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതാനും ചില നിമിഷമായിട്ട് ഈ പൗലോസ് മരിച്ച്, അല്ലെ അവൻ്റെ ശരീരം എന്താണ് ഈ അണലി കടിച്ച് ശരീരം വീർത്ത് അവൻ മരിക്കുമെന്നുള്ള കാഴ്ച കാണുവാണ്ടൊക്കണം അവർ നോക്കി നിൽക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിൽ അനേക ആളുകൾ ദൈവത്തിൻ്റെ ജനം അനുഭവിക്കുന്ന ചില താൽക്കാലിക കഷ്ടതകളും കണ്ണുനീരും കണ്ടുകൊണ്ട് അവർ പറയും, സുവിശേഷത്തെ ഈ ലോകത്ത് തുടച്ചു മാറ്റി കഴിഞ്ഞിരിക്കുന്നു, ഇവിടെ ഇനി സുവിശേഷമില്ല, യേശുക്രിസ്തുവിന്റെ സ്ഥാനമില്ല എന്ന് അനേക ആളുകൾ പറയാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, അങ്ങനെയല്ല. ഇവിടെ നോക്കിയാട്ടെ, സംഭവിക്കുന്ന എന്താണ്? പൗലോസിനെ സംബന്ധിച്ച് അവൻ മിനിറ്റുകൾക്കകമായിട്ട് അവൻ്റെ കരമെന്താണ് അവൻ കുടഞ്ഞ് ഈ അണലിയെ ആ തീക്കകത്തേക്ക് കുടഞ്ഞിട്ടതായിട്ട് കാണുന്നു. അവർ നോക്കി നിന്നു. ഇവൻ മരിച്ചു വീഴുവൻ നോക്കി നിന്നു. പലപ്പോഴും പലരെ നോക്കിക്കൊണ്ട് പലരും പറയും, നീ രക്ഷപ്പെടത്തില്ല, നീ ശരിയാകത്തില്ല, നീ ക്രിസ്തുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടുവാണ്ടൊക്കെ കഴിയത്തില്ല എന്ന് പറയും. പക്ഷേ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് ദൃഢധൈര്യമാണ്. ദൈവത്തിൻ്റെ വചനം എന്താണ്? ഞാൻ നിന്നെ നരയ്ക്കുവോളം ചുമക്കും, ഞാൻ നിന്നെ അവസാനത്തോളം താങ്ങുന്ന ദൈവമാണ്, നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവായ യേശുക്രിസ്തു നമ്മളെ വിളിച്ചെങ്കിൽ അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. അവൻ നമ്മെ ഒരു നാളും നമ്മെ കൈവിടുന്ന ദൈവമല്ല. കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് നമുക്ക് പറയാനൊക്കെ കഴിയണം. കഷ്ടതയുടെ നടുവിലും ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുമെന്നൊക്കെ പറയാനൊക്കെ കഴിയണം. കണ്ണുനീര് വരട്ടെ, പ്രയാസം വരട്ടെ, ദുഃഖം വരട്ടെ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കട്ടെ. പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, പൗലോസിനെ പോലെ പറയാനൊക്കെ കഴിയണം, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ അവസാനത്തോളം നടത്തുക തന്നെ ചെയ്യും. കണ്ണുനീർ താഴ്വരയിൽ കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ നടത്തും. ആ ദ്വീപ് നിവാസികളോട് പൗലോസ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാനിടയായി. പൗലോസിനെ മെലീത്ത ദ്വീപിലേക്ക് കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ആ മെലീത്ത ദ്വീപിലുള്ള നിവാസികൾ അവന് വേണ്ടി തീക്കൊണ്ടങ്ങൾ കൂട്ടിക്കൊടുത്തുവെങ്കിൽ അവർക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ കപ്പൽ അങ്ങനെ അവിടെ തകരുവാണ്ടൊക്കെ ഇടയായെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടോ? മെലീത്ത ദ്വീപിൽ ദൈവത്തിൻ്റെ വചനം എത്രമായിരുന്നു. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ദൈവം പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവം തക്ക സമയത്ത് ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കൂരിട്ടിൻ്റെ കൊടുങ്കാറ്റിൻ്റെ നടുക്കടവിൽ ഉത്തരം നടന്ന ദൈവം. പലപ്പോഴും നാം വിചാരിക്കും, എൻ്റെ പ്രയാസങ്ങളിൽ എൻ്റെ ദൈവം ഇറങ്ങി വരത്തണമെന്ന് വിചാരിക്കും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിൻ്റെ പ്രയാസങ്ങളിൽ, നിൻ്റെ ആപത്ത് സ്ഥാനങ്ങളിൽ, നിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ, നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ പരാജയത്തിൻ്റെ നടുവിൽ, നിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, നീ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാണ്ടൊക്കണം എൻ്റെ ദൈവത്തിന് കഴിയും. കാരണം എന്താണെന്നറിയാമോ? അവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവമാണ്. അവനെൻ്റെ സൃഷ്ടിതാവാണ്. അവൻ്റെ ഓമനപുത്രൻ മുഖാന്തരം അവസാനത്തുള്ള രക്തം പോലും എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന് എന്നെ വീണ്ടെടുത്ത ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കളയുവാണ്ടൊക്കണമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കാണ്ടൊക്കണമല്ല. ലോകത്തിലെല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ കടലിൻ്റെ ഉള്ളിൽ ആരും അവർക്ക് സഹായമായിട്ടില്ലായിരുന്നു. അവർ നശിക്കേണ്ട സ്ഥാനത്ത്, അവരുടെ കപ്പൽ തകർന്നു തീരേണ്ട സ്ഥാനങ്ങളിൽ, മത്സ്യത്തിന് അവർ ആഹാരമായി തീരേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ ദൂതനെ അയച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാസൻ്റെ കണ്ണുനീരിന് മുമ്പാകെ ദൈവം പ്രവർത്തിച്ച ദൈവമാണ്. ആരും മരിച്ചു പോകുവാൻ ഇടയാക്കിയില്ല. ഇന്ന് ലോകത്തിൽ സകല മനുഷ്യരും ഇന്ന് വ്യത്യസ്തമായ അനുഭവത്തിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഹോവയാർക്ക് ദൈവം പറയുന്നു, നീ നശിക്കുവാണ്ടൊക്കണമല്ല, നീ നഷ്ടപ്പെടുവാണ്ടൊക്കണമല്ല, നീ വേദനയിലിരിക്കുവാണ്ടൊക്കണമല്ല, നിൻ്റെ രോഗത്തിന് സൗഖ്യം തരുവാണ്ടൊക്കണം എനിക്ക് കഴിയും, നിന്നെ ആശ്വസിപ്പിക്കാണ്ടൊക്കണം എനിക്ക് കഴിയും, നീ പട്ടിണി കിടന്ന് നശിക്കുവാണ്ടൊക്കണമല്ല ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചത്. പ്രിയ ദൈവവേദലേ, ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രകാരം പറയാണ്ടൊക്കണം കഴിയണം. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുകയും അവൻ എന്നെ നടത്തുകയും ചെയ്ത ദൈവമാണ്. ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കാം. കർത്താവ് വലിയവനാണ്, അവൻ വലിയവ ചെയ്യും. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. പൗലോസെ നീ വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെ സഞ്ചരിച്ചു, പക്ഷേ എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിന്നെ തക്ക സമയത്ത് വിളിച്ച് വേർതിരിച്ചു.
പ്രിയപ്പെട്ട ശ്രോതാവേ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. യേശുക്രിസ്തു നിങ്ങളെ ആവശ്യമുണ്ട്. നീ ഏത് പ്രശ്നമായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ കൊണ്ട് കഴിയുന്നെങ്കിലും അവൻ സ്നേഹത്തോടെ കൂടി നിന്നെ കാണുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. നിന്നെ മാറോടെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കൊണ്ട് ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ആരും തരാത്ത സ്നേഹം നിനക്ക് വേണ്ടി ദൈവം ഓഫർ ചെയ്യുകയാണ്. നീ വേദനിക്കേണ്ട കൊണ്ടമല്ല, നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. എല്ലാവരും നിന്നെ മറന്നു കളഞ്ഞിരുന്നാലും ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടുകയില്ല. ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദർശിക്കാൻ കൊണ്ട് കഴിയും. ലോകജന വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടെ നീക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയിരുന്നാലും സമാധാനമില്ല. നാം വിചാരിക്കും ആത്മീയ ഗോളത്തിൽ വലിയ സമാധാനവും സന്തോഷമാണെന്ന്. എന്നാൽ ആത്മീയ ഗോളത്തിലും വിവിധങ്ങളായ വിഷയങ്ങളിൽ അനേക ആളുകൾ ഭാരപ്പെടുന്നുണ്ട്. ആത്മീയൻ്റെ കാര്യങ്ങൾ വ്യത്യസ്തമായ അനുഭവത്തിലാണ് നീങ്ങുന്നത്. ജാതികളുടെ ഇടയിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ലോകത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് ജനം നീക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കൊണ്ട് ധൈര്യമുള്ള സ്തെഫാനോസിനെ പോലെ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അവനെ പുറത്തു കൊണ്ട് നിർത്തിക്കൊണ്ട് ആളുകളുടെ മധ്യേ നീചമായ രീതിയിൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാണ്ടൊക്കണം ആളുകൾ താല്പര്യം കാണിക്കുമ്പോൾ പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്താണ്, അങ്ങകലെ മാറി നിന്നുകൊണ്ട് അവർ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് കൊല്ലാൻ പറയുകയാണ്. അവനെ കൊന്നുകളയുക, ക്രിസ്ത്യാനി ലോകത്തിൽ വേണ്ട എന്ന് പറയുകയാണ്. അവനെ കൊന്നുകളയാണ്ടൊക്കണം ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സ്തെഫാനോസിൻ്റെ ദേഹത്ത് ഓരോ കല്ലുകൾ വന്ന് പതിക്കുമ്പോഴും അവൻ്റെ ശരീരം വേദനിക്കുന്നുണ്ട്. അവൻ്റെ തലയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാരമേറിയ കല്ലുകൾ, കൂർത്തമൂത്ത കല്ലുകൾ ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നെറിഞ്ഞു വീഴ്ക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ വീഴുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ, പിതാവേ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടുകൂടി അവൻ കർത്താവിൻ്റെ കരങ്ങൾ അവൻ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു നിൽക്കുന്നു. അവൻ്റെ ശരീരത്തേക്ക് വീഴുന്ന ഓരോ പാറക്കഷ്ണങ്ങളും അത് നിസ്സാരമായിട്ട് തോന്നി. അവൻ ദൈവസന്നിധിയിൽ ആശ്വാസം പ്രാപിച്ചു. ഇത് കണ്ട പൗലോസിനെ പിടിക്കുവാണ്ടൊക്കണം. ഒരു സ്തെഫാനോസ് നഷ്ടപ്പെട്ടെങ്കിൽ ആ സ്ഥാനത്ത് പൗലോസേ, ഞാൻ നിന്നെ സ്തെഫാനോസിന് പകരമായിട്ട് ആക്കി തീർക്കുമെന്ന് ദൈവം പറയുകയാണ്. നീ ക്രൈസ്തവ ലോകത്തെ ആരെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ? നീ ആരെല്ലാം ബന്ധപ്പെടുത്തുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഈ വേദപുസ്തക ഭൂമിയിൽ തുടച്ചു മാറ്റുവാനൊക്കെ ലോകരാഷ്ട്രങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തിലെ അനേക ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അനേക മഹാന്മാർ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ഇത് വളർന്ന് സുലഭമായിട്ട് ലോകത്തിൽ നിന്ന് ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു പുസ്തകമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലാണ്ടൊക്കെ കഴിയാത്ത ഒരു സ്ഥാനവുമില്ല. എല്ലാ സ്ഥാനങ്ങളിലേക്കും ദൈവത്തിൻ്റെ വചനം ഇന്ന് കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സകല മനുഷ്യനും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് സുലഭമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഈ പുസ്തകത്തിനകത്ത് എത്രമാത്രം ശക്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഈ പുസ്തകത്തിൽ എത്രമാത്രം ശക്തമായിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശ്വാസം ലഭിക്കാനൊക്കെ കഴിയും. പ്രിയ സുഹൃത്തെ, പൗലോസിനെ പോലെ നീ ഒരു കാലത്തിൽ ദൈവത്തിൻ്റെ സഭയെ മുടിപ്പാണ്ടൊക്കെ നശിപ്പിക്കാനൊക്കെ ദൈവജനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി കടന്നു വരിക. സ്തെഫാനോസിനെ പോലെ അല്ലെങ്കിൽ അനേക ക്രൈസ്തവരെ നീ ഉപദ്രവിപ്പാണ്ടൊക്കെ, അനേക മനുഷ്യരെ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവ നിനക്കെതിരായിട്ട് ഒരിക്കലും നിൽക്കുന്ന ഒരു നിലയിലല്ല. അവൻ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പൗലോസേ, നീ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നീ പ്രാർത്ഥിച്ചു, നിനക്കത് അനുഗ്രഹമായിട്ട് തീർന്നു. ദൈവത്തിന് വചനം കേട്ടപ്പോൾ നീ ദൈവസന്നിധിയിൽ നീ വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വചനം ശ്രമിച്ചതിൻ്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, ആരെങ്കിലും അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് നീ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൗലോസിനെ പോലെ ധീരതയോടെ നിന്ന് ലഭിച്ച സത്യത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുവാണ്ടൊക്കെ നിൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിലേക്ക് ജനം കടന്നു വരുവാൻ ഇടയാക്കണം. ആശ്വസിപ്പിക്കണമേ. അവരുടെ എല്ലാ പ്രശ്നങ്ങളുമേലും ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.